അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ രേണുസുധിയുടെ പുതിയൊരു ആൽബം വരാൻ പോവാണ്. കണ്ണേട്ടൻ്റെ സ്വന്തം ശ്രീകുട്ടി. അതിലൊരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഒരു 1-2 ആഴ്ചയ്ക്ക് മുന്നേ ആയിരുന്നു, വാഗമണ്ണിൽ വെച്ചിട്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ. അപ്പോൾ എന്തായാലും കൊള്ളാമല്ലേ. നമ്മുടെ രേണാസുനയുടെ അഭിനയമൊക്കെ മികച്ചതായിട്ട് വരുന്നുണ്ട്. കാരണം പുള്ളിക്കാരി മനസ്സിലാക്കി എങ്ങനെയൊക്കെ ചെയ്താലാണ്, എന്ത് ചെയ്താലാണ് വൈറലാകാൻ പറ്റുക, അല്ലെ എയറിലാകാൻ പറ്റുക എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി. കൊള്ളാം, അഭിനയത്തിൽ നല്ല മികവുണ്ട് കേട്ടോ. ആദ്യമൊക്കെ പാവത്തിനെ പോലെ ഇരുന്നു, ഇപ്പം അഭിനയം അങ്ങ് പഠിച്ചില്ലേ. ആദ്യമൊക്കെ പറഞ്ഞിരുന്നു, അയ്യോ അഭിനയത്തിൽ എനിക്കൊന്നും അറിയത്തൊന്നുമില്ല, ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. ഇപ്പോൾ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെയൊക്കെയാണ് ചേച്ചിയുടെ അഭിനയം. കൊള്ളാം, എന്തായാലും കൊള്ളാം. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് അഭിനയമല്ലേ, അവർ അഭിനയിക്കുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര അഭിനയം തന്നെ. രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ആൽബത്തിലായിക്കോട്ടെ, ഷോർട്ട് ഫിലിമൊക്കെയിലായിക്കോട്ടെ, എല്ലാത്തിനും പുള്ളിക്കാരി അങ്ങോട്ട് ജീവിക്കുകയാണ്. എനിക്ക് അങ്ങനെയാട്ടോ തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിക്കാരി അങ്ങോട്ട് ജീവിച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ രേണുവിൻ്റെ പല ആൽബവും കണ്ടിട്ടുണ്ടല്ലേ. മറ്റേ കരിമിഴി കണ്ണാളെ എന്ന് പറയുന്ന ആൽബമൊക്കെ, അതൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. മറ്റേ പ്രതീഷിൻ്റെ കൂടെയുള്ള ആൽബമൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു ആൽബത്തിൽ കുറച്ചൊരു ഭയങ്കര ഹോട്ടായിട്ടുള്ള ഒരു ആൽബമാണെന്ന് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ആൽബം റിലീസൊന്നും ആയിട്ടില്ല. കണ്ണേട്ടൻ്റെ സ്വന്തം ശ്രീകുട്ടി എന്നാണ് ഈ ഒരു ആൽബത്തിൻ്റെ പേര്. എന്തായാലും ഒരു വെറൈറ്റി തീമാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും ഈ ഒരു സീനറിയൊക്കെ കണ്ടിട്ട് ഇച്ചിരി ഹോട്ടാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം രേണുവിൻ്റെ ഹോട്ടായിട്ടുള്ള അഭിനയം എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നോക്കാം. എന്തായാലും ആ ഒരു ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ നിർമ്മിക്കുന്ന ആരും ആയിക്കോട്ടെ, ആ ഒരു ചെറുക്കനൊരു ഷർട്ടൊന്നും ഇട്ട് കൊടുക്കാമായിരുന്നു. കാരണം ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ ഫാമിലി ആയിക്കോട്ടെ അല്ലെ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു ആൽബമൊക്കെ ആണെങ്കിലും ഓക്കെ. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ട് അങ്ങ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആൽബമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, അറിയില്ല. എന്തായാലും ഷർട്ടും ഇടാതെ ഒരുമാതിരി കോലവും കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് രേണുസുധിയാണെങ്കിൽ അങ്ങോട്ട് അഭിനയിച്ച് അങ്ങോട്ട് തകർക്കുക, അല്ലെ ജീവിച്ച് അങ്ങോട്ട് തകർക്കുക. കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ കൂടെ നിൽക്കുന്ന പയ്യനും അല്ല ആ ഒരു നായകനും നല്ല രീതിയിൽ അങ്ങോട്ട് മുതലാക്കുന്നുണ്ട്. കൊള്ളാം. അഭിനയമാണെന്നും പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കാമല്ലോ. ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. ചോദിക്കാനും പറയാനും ഉള്ള ആ ഒരാൾ മരിച്ച് മണ്ണടിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിൻ്റെ പേരും പറഞ്ഞല്ലേ, ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ, കുഞ്ഞുങ്ങളെയും കുടുംബം നോക്കാനാണ് എന്ന പേരും പറഞ്ഞിട്ട് എന്ത് തോന്നിവാസം കാണിച്ചാലും ആരും മിണ്ടാൻ പാടില്ല. ഇതൊക്കെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും, വിമർശിക്കും. പിന്നെ അതിനൊക്കെ അയ്യോ എന്നെ ഇത്രത്തോളം നെഗറ്റീവ് പറയുന്നത് എന്തിനാണ്, എല്ലാവരും എന്നെ എന്തിനാണ് ഇത്രത്തോളം നെഗറ്റീവും തെറിയൊക്കെ പറയുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണുസുധി എന്നല്ല ആരായിക്കോട്ടെ, ഇതുപോലുള്ള ഒരുമാതിരി കോപ്രായങ്ങളൊക്കെ കാണിച്ച് ആരാണെങ്കിലും പ്രതികരിക്കും. അവിടെ രേണുസുധിയെന്നോ അല്ല ഏത് സുധിയെന്നോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ആദ്യം ജീവിക്കാൻ വേണ്ടി അഭിനയ രംഗത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നു. അവസാനം ഇപ്പം എന്തോ കാണിക്കുന്ന ഒരുമാതിരി കോപ്രായങ്ങളും പേക്കൂത്തുകളും പൊതുജനങ്ങളെ അല്ലെ പബ്ലിക്കിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് രേണുവിൻ്റെ പ്രവൃത്തികൾ. ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂകളിൽ രേണു വന്നിരുന്നു പറയുന്ന നുണകൾ, അതുപോലെ തന്നെ എന്തൊക്കെയോ ഉടായ്പകളാണ് ഇവർ കാണിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യാനും താങ്ങിക്കൊണ്ട് നടക്കാനും കുറച്ചധികം ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ആദ്യമൊക്കെ രേണുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് മനസ്സിലായി ഇവർ അത്ര അങ്ങ് വെടിപ്പല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് തന്നെ ആൾക്കാർ പതിയെ അങ്ങോട്ട് എന്താ പറയുക ഒഴിവാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ 2ാം ചരമ ദിനത്തിൻ്റെ അന്ന് ഇവർ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങളും ആഘോഷങ്ങളും നമ്മളെല്ലാവരും കണ്ണ് നിറയെ കണ്ടതാണ്. അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ പുള്ളിക്കാരി ബിഗ് ബോസിൽ വരാൻ പോകല്ലോ. അയ്യോ ബിഗ് ബോസിൽ അങ്ങ് അടിച്ച് തിമിർക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വെയിറ്റിംഗ് ആണ്. നമ്മുടെ രേണ സുനയ്ക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസിലേക്ക് വരുന്നത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്.